മച്ചേഡ് ജോൾ ഞാൻ വീണ്ടും കണ്ടു. മച്ചേഡ് ജോൾ ഒരു ബംഗാളി സിനിമയാണ്. ഇത് സിനിമയെക്കുറിച്ചുള്ള ഒരു നിരൂപണം ഒന്നുമല്ല. മച്ചേഡ് ജോളിലെ നായകൻ ദേവ് എന്ന കഥാപാത്രവും ഞാനും എത്രമാത്രം പിരിഞ്ഞു കിടക്കുന്നു എന്ന് ആ ഓരോ സിനിമ കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. അതിന്റെ കഥ ചുരുക്കത്തിലൊന്ന് ഞാൻ പറയാം. മച്ചേഡ് ജോലിലെ കഥാപാത്രം ദേവ് എന്ന് പറഞ്ഞ ആൾ ജീവിക്കുന്നത് കൽക്കട്ടയിലാണ്. കൽക്കട്ടയിലെ പ്രഭു കുടുംബത്തിലെ അംഗമാണ്. ഒരേ ഒരു മകനാണ് ദേവ്. ദേവിന്റെ അച്ഛൻ സ്വാഭാവികമായിട്ടും പഴയ ആളുകളെ പോലെ ഭയങ്കര കർശനക്കാരനാണ്, നിയന്ത്രണം ഉള്ള ആളാണ്, ആഢ്യനാണ്, ഭയങ്കര പൈസക്കാരനാണ്, സമൂഹത്തിൽ തന്റെ വിലയെക്കുറിച്ച് വളരെയധികം ആകുലനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് മകൻ വളരുന്നത്. എന്ത് പഠിക്കണം, എഞ്ചിനീയറിംഗ് പഠിക്കണം എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. എഞ്ചിനീയറിംഗ് പഠിച്ച് പാസ്സായ ഉടനെ ജോലിക്ക് പറഞ്ഞയക്കുന്നു. ജോലി കിട്ടിയ ഉടനെ കല്യാണം കഴിപ്പിക്കുന്നു. അച്ഛൻ തിരഞ്ഞെടുക്കുന്ന ഒരു പെൺകുട്ടിയെ അദ്ദേഹം കല്യാണം കഴിക്കുന്നു. പക്ഷേ ഇയാളുടെ ഇഷ്ടം ഇതൊന്നുമല്ല. ഇയാളുടെ ഇഷ്ടം കുക്കിംഗ് ആണ്, ഭക്ഷണം ഉണ്ടാക്കാനാണ് പുള്ളിക്ക് താല്പര്യം. അപ്പൊ ഈ വർക്ക് സ്വാഭാവികമായിട്ടും ഇയാളെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നു. അതിൽ ഇയാൾക്കൊരു എൻജോയ്മെന്റ് കണ്ടെത്താൻ പറ്റുന്നില്ല. കുടുംബജീവിതത്തിലും അയാൾക്കൊരു താളമേളം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കാരണം അയാളുടെ മനസ്സിലാണെങ്കിൽ ഒരു പെൺകുട്ടിയൊന്നും ആയിരുന്നില്ല അത്. ഒന്ന് ആദ്യം നമ്മുടെ ഒരു ജോലിയും സെറ്റപ്പായിട്ടൊന്നും ഉറച്ചല്ലേ നമ്മൾ കല്യാണത്തിനെ കുറിച്ച് കുടുംബത്തിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നു. പക്ഷെ അച്ഛനും നിർബന്ധപ്രകാരം എല്ലാം കഴിയുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇയാൾക്ക് പാരീസിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലെറ്റർ വരികയാണ് അവിടെ കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഹോം സയൻസും ഈ കുക്കിങ്ങായിട്ട് ബന്ധപ്പെട്ടുള്ള കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇയാള് പെട്ടെന്നൊരു ദിവസം ഈ 3 വർഷം മാത്രം കല്യാണം കഴിഞ്ഞ ആയിട്ടുള്ള വൈഫിനെ കുടുംബത്തിന് ഉപേക്ഷിച്ച് അച്ഛനുമായിട്ട് കലഹിച്ച് നേരെ പാരീസിലേക്ക് പോകും. അങ്ങനെ കഥ ആരംഭിക്കുന്നു. പാരീസിലെത്തി ഇയാള് ലോകപ്രശസ്തനായ ഒരു ഷെഫായി മാറും. അദ്ദേഹത്തിന്റെ കുക്കറി ഷോസ് എല്ലാ ടിവിയിലും വരുന്നു. എല്ലാ സ്ഥലത്തും ഇയാളുടെ ഹോർഡിങ്സ് ഉണ്ടാവുന്നു. ഇയാൾ വലിയ സെലിബ്രിറ്റി ആയിട്ട് മാറുന്നു. സ്വാഭാവികമായിട്ട് വീട്ടിൽ നിന്ന് കലഹിച്ച് പോയ കാരണം വീട്ടിലേക്ക് തിരിച്ചു വരവില്ല. 12-14 വർഷമായിട്ട് പുള്ളി പാരീസിൽ ഒരു ഗേൾ ഫ്രണ്ട് ഒത്ത് താമസിക്കുന്നു. അങ്ങനെയാണ് പുള്ളിയുടെ ജീവിതം. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വരികയാണ്. മോശി എന്നാ പറയുന്നത്, അതായത് അമ്മയുടെ അനിയത്തിയുടെ ഫോൺ വരും. അമ്മ ഹോസ്പിറ്റലിലാണ്. അപ്പൊ ഇയാൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അച്ഛനുമായിട്ടുള്ള ഈ കലുഷിതമായിട്ടുള്ള അന്തരീക്ഷം ആയതുകൊണ്ട് ഇയാൾ ഒരു ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുന്നു. പക്ഷെ ഹോട്ടലുകാർക്കൊക്കെ ഇയാൾ അറിയാം, ഇയാൾ എവിടെ ചെന്നാലും സെലിബ്രിറ്റി, ഇയാൾ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകൾ അങ്ങനെയാണ്. അങ്ങനെ ഇയാൾ വന്ന് അമ്മയെ കാണുന്നു ഹോസ്പിറ്റലിൽ. അപ്പൊ ICUലാണ് അമ്മ. ഇവർക്ക് അലോ ചെയ്ത സമയത്ത് അമ്മയെ കണ്ട് സംസാരിക്കും. കുറെ നേരം ഇവര് പഴയ കാര്യങ്ങളൊക്കെ പറയും, പണ്ടത്തെ കാര്യമൊക്കെ പറയുമ്പോൾ അമ്മ ഇയാളോട് പറയുന്നു, നീ എനിക്ക് പണ്ട് മാച്ചേഡ് ജോൾ എന്നൊരു കറി ഉണ്ടാക്കിയതെന്ന് ഓർമ്മയുണ്ട്. അത് ബംഗാളിലെ ഒരു ഫിഷ് കറിയാണ്, ഫേമസ് ആയിട്ടുള്ള ഒരു ഫിഷ് കറി. ആ ഫിഷ് കറി നീ ഉണ്ടാക്കിയെന്ന് ഓർമ്മയുണ്ടോ? അപ്പൊ ഇയാൾക്ക് ഓർമ്മ വരികയാണ്. അമ്മയാണ് ഇയാൾക്ക് ഒരു ഭയങ്കര വീക്കായിട്ടുള്ള ശരീരമുള്ള ഒരാളായിരുന്നു, ദുർബലനായിരുന്നു ആ കാലത്ത്. എപ്പോഴും അസുഖം വരുമായിരുന്നു. അപ്പൊ ഈ മീൻ സൂപ്പും അല്ലെങ്കിൽ മീനുമായി ബന്ധപ്പെട്ട ഭക്ഷണം കഴിക്കുന്ന ഡോക്ടർ പറഞ്ഞുകൊണ്ട് അമ്മ എപ്പോഴും ഇയാൾക്ക് കുക്ക് ചെയ്ത് തുടങ്ങും. ഒരു ദിവസം അമ്മ അസുഖം ബാധിച്ച് കിടക്കുകയാണ്. അപ്പൊ എന്തുണ്ടാക്കണം ഇയാൾക്ക് അറിയില്ല. അങ്ങനെ ഇയാൾ കയറിയിട്ട് കുക്ക് ചെയ്ത് അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കും, ഇയാളും കഴിക്കും. അമ്മ പറഞ്ഞത് അതീവ രുചികരമാണ്. നീ ഇപ്പൊ ലോകപ്രസിദ്ധനായിട്ടുള്ള പാചകക്കാരനല്ലേ, നീ എനിക്ക് അങ്ങനത്തെ ഒരു കറി ഉണ്ടാക്കി തരണം, മച്ചേഡ് ജോൾ ഉണ്ടാക്കി തരണം. ഇയാൾക്ക് ഓക്കെ. ഇപ്പൊ ഹോട്ടലിലാണ് താമസിക്കുന്നത്, കിച്ചൺ സൗകര്യം ഉണ്ട്, ഫെസിലിറ്റീസ് ഉണ്ട്. ഇയാള് ഒരു സഹായം കൂടിയിട്ട് അമ്മയ്ക്ക് പിറ്റേ ദിവസം ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ അമ്മ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുണ്ട്, പക്ഷെ നീ അന്ന് ഉണ്ടാക്കിയ രുചി തന്നില്ല. അപ്പൊ ഇയാളിതൊരു ചാലഞ്ച് ആയിട്ട് എടുക്കുക. അപ്പൊ ഇയാൾ തിരിച്ചു വന്ന് ആലോചിക്കുന്നു, ഇതിലെന്താ ജീരകം ഇട്ടത് ശരിയായില്ലേ, അല്ലെങ്കിൽ വെളുത്തുള്ളി കറക്റ്റ് ആയില്ലേ, അതല്ലെങ്കിൽ ഇഞ്ചി കുറച്ചുകൂടി ചേർക്കണമായിരുന്നു. അങ്ങനെ പുള്ളി ആലോചിച്ച് പുള്ളി പിന്നെയും, കാരണം 14 വർഷം മുമ്പത്തെയാണ് റെസിപ്പി. അപ്പൊ അയാൾക്ക് മുഴുവൻ കൃത്യമായിട്ട് ഓർമ്മയില്ല അന്ന് എന്തൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയത്. 14 വയസ്സ് പാചകറിയാത്ത ഒരാൾ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഉണ്ടാക്കിയുള്ള ഒരു കറിയാണ്. അപ്പൊ പലതും മിക്സ് ചെയ്തിട്ട് ഇയാൾ പിറ്റേ ദിവസം കറി ഉണ്ടാക്കി കൊണ്ടുവരും. അമ്മ പറയും ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ അന്നത്തെ രുചിയല്ല ഇതിന്. അങ്ങനെ ഇയാൾ ദിവസം ഭക്ഷണം പാചകം ചെയ്തിട്ട് അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുനടക്കുന്ന അമ്മയുമായിട്ടുള്ള ഭയങ്കര രസകരമായിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള മുഹൂർത്തങ്ങളാണ് ആ സമയം. അത് കഴിഞ്ഞതിന് ശേഷം അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്ന ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ അമ്മയ്ക്ക് തലയിൽ ട്യൂമറാണ്, ബ്രെയിൻ ട്യൂമർ വന്നിട്ടുണ്ട്. അത് ബ്രെയിൻ സെൽസിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന ഒരു തരം ട്യൂമറാണ്. സർജറി എന്നുള്ളതൊരു ഓപ്ഷനാണ് ഉള്ളൂ. പക്ഷെ അമ്മയുടെ വയസ്സ് പരിഗണിച്ച് സർജറി ചെയ്താൽ അമ്മ അതിന് അതിജീവിക്കുമോ എന്നറിയില്ല. മിക്കവാറും മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അല്ല സർജറി ചെയ്ത് റിമൂവ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ കാലം ജീവിക്കാനും പറ്റും.
അങ്ങനെ ഇയാളൊരു സംഘർഷത്തിലെത്തുകയാണ്. അമ്മേനെ എന്ത് ചെയ്യണം, ഓപ്പറേഷൻ ചെയ്യണോ അതോ അമ്മേനെ ഇങ്ങനെ ജീവിക്കാൻ അനുവദിച്ചാൽ മതിയോ? അച്ഛൻ പഴയ ആളാണ്. അച്ഛൻ പറയുന്നത് ഇതൊക്കെ പൈസ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകളാണ്. അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. അമ്മയ്ക്ക് ഈ ഒരുതരം ഈശ്വരനോ ഇത്തരം അപസ്മാരമായിട്ടുള്ളത് വന്നിട്ടാണ് കൊണ്ടുപോയത്. അതൊക്കെ മാറി. ഇപ്പൊ അമ്മ നോർമലാണ്. എത്ര കാലം ഇനി അവള് ജീവിക്കും? ആ ജീവിക്കുന്ന കാലം എന്റെ കൂടെ സുഖമായിട്ട് ജീവിച്ചോട്ടെ. അതിനുള്ള മരുന്ന് എന്താ വെച്ചാൽ കഴിക്കാം. പക്ഷെ ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് അപകടകരമായ നിലയിലെത്തും. നമ്മുടെ ഓർമ്മ നശിക്കും. ചിലപ്പോ മറ്റെന്തെങ്കിലും അസുഖത്തിലേക്ക് സ്ട്രോക്ക് പോലെ പാരാലിസിസ് പോലെ ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സർജറി ചെയ്യാന്നുള്ളത് ഇയാളുടെ വിദ്യാഭ്യാസം ലോകവിവരമുള്ള ഇയാൾക്ക് തോന്നുന്നു. അങ്ങനെ അച്ഛനും മകനും തമ്മിൽ യോജിപ്പില്ലാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും ക്ലാഷ് ആണ്. രണ്ടുപേരുടെ ഐഡിയോളജി എല്ലാ സമയത്തും സംഘർഷമാണ് ഇവർക്ക്. അപ്പൊ ഇയാൾക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ കൺഫ്യൂഷനായിട്ട് നിൽക്കുമ്പോൾ ഇയാൾ ആരോട് ചോദിക്കും? ഇയാൾക്ക് അറിയുന്നില്ല. സർജറിക്ക് അതിൻ്റെതായ റിസ്ക് ഉണ്ട്. സർജറി ചെയ്യാതിരുന്ന അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഇയാൾ അവസാനം തന്റെ ആദ്യത്തെ ഭാര്യയെ കാണാൻ പോവുക. ആദ്യത്തെ ഭാര്യ ഇടയിൽ ഹോസ്പിറ്റലിൽ വരുന്ന അമ്മയെ കാണുന്നൊക്കെ എൻ്റെ ഇടയിൽ കാണിക്കുന്നുണ്ട്. ആദ്യത്തെ ഭാര്യ LP സ്കൂളിലെ ടീച്ചറാണ്. ഇയാള് ലോകപ്രസിദ്ധനായിട്ടുള്ള ആള്. ഇയാള് കാണാൻ ചെന്നിട്ട് എനിക്ക് എന്നോട് 2 മിനിറ്റ് സംസാരിക്കണം എന്ന് പറയും. അപ്പൊ എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പറയും, എനിക്കൊരു ഉപദേശം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത്. ഈ സ്ത്രീ ചോദിക്കുന്നു, എൻ്റെ അടുത്തോ? ഞാനൊരു സാധാരണ LP സ്കൂൾ ടീച്ചറാണ്, എന്ത് ഉപദേശമാണ് വേണ്ടത് ചോദിക്കുമ്പോൾ ഈ സിറ്റുവേഷൻ പറയും. ഇങ്ങനെ ബ്രെയിൻ ട്യൂമറാണ് അമ്മയ്ക്ക് എന്ന് പറയുന്നു. അപ്പൊ അതില് അച്ഛൻ ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നു. അച്ഛൻ പറയുന്നു സർജറി വേണ്ട, ഞാൻ പറയുന്നു സർജറി വേണം. അപ്പോ ഈ സ്ത്രീ ചോദിക്കുന്നു, മാ ക്യാ ചാഹത്തി ഹൈ? അമ്മ എന്താണ് പറയുന്നത്? അപ്പൊ അമ്മ എന്ത് പറയണം? നമ്മുടെ നാട്ടിലെ അമ്മമാർക്ക് ഒന്നും അറിയാത്ത ആളുകളല്ലേ അമ്മമാരുടെ അഭിപ്രായം ആരും ചോദിക്കില്ല. അപ്പൊ ഇയാൾ പറയുന്നത്, ഞാൻ എന്തിനാ അമ്മോട് ചോദിക്കണം? അപ്പോ നമ്മുടെ നാട്ടില് അമ്മമാർക്ക് തീരുമാനം എടുക്കാനുള്ള കഴിവൊന്നും ഇല്ലല്ലോ. അമ്മമാർക്ക് വേണ്ടിയും തീരുമാനം എടുക്കുന്നത് ബാക്കി വീട്ടിലെ ആണുങ്ങളാണല്ലോ. അപ്പോ ഈ സ്ത്രീ പറയുന്നത് അവരുടെ ശരീരമാണ്, അവരുടെ ജീവിതമാണ്. അപ്പൊ അവരുടെ സ്വാഭാവികമായിട്ടും അതേക്കുറിച്ചുള്ള തീരുമാനം എന്ന് ചോദിക്കും. അത് ഇയാൾക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ചേഞ്ചിങ് പോയിന്റ് ആണ്. പുള്ളി അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ അത് എത്ര ശരിയാണ്. പുള്ളി ഇവളുടെ അടുത്ത് നന്ദി പറഞ്ഞ് അവിടെ തിരിച്ചു വരിക. പുള്ളി വരുന്ന സമയത്ത് പുള്ളി ആലോചിക്കുകയാണ്, ഈ ദേവിന് ഒരു സിറ്റുവേഷൻ വന്നല്ലോ. ഇപ്പോ എഞ്ചിനീയറിംഗ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എഞ്ചിനീയറിംഗ് ജോലിയിൽ സംതൃപ്തി ഇല്ല. കുക്കിംഗ് ആണ് പുള്ളിക്ക് ഇഷ്ടം. അച്ഛൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, എൻ്റെ ഈ കുടുംബത്തിൽപ്പെട്ട ഒരാള് ഒരു ഹോട്ടലില് റോഡ് സൈഡിലെ ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന കുക്കായി നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. നമ്മുടെ കുടുംബത്തിന്റെ പേരെന്താവും? അതിനാണോ തന്നെ എത്ര ഞാൻ പൈസ കൊടുത്ത് കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയത്, പഠിപ്പിച്ചത്, എങ്ങനെയൊക്കെ ചോദിക്കുന്നു. അമ്മ അടുത്ത് എന്ന് പറയുമ്പോൾ അമ്മ പറയും, അമ്മയ്ക്ക് അധികം ആലോചിക്കാൻ സമയം വേണ്ടിയൊന്നുമില്ല. ഇഷ്ടപ്പെടുന്നെങ്കിൽ ഞാൻ ജോലി വിട്ടേക്ക്. ജോലി വിടുക അമ്മയെന്ന് നോക്കും. അതെ, നിനക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചാൽ ആ ജോലി നീ തുടരുന്നതിൽ കാര്യമില്ല. അപ്പൊ ഇയാള് പറയും, അച്ഛനും കുടുംബവും പറയും, അച്ഛൻ എന്ത് വേണമെങ്കിൽ പറയാം, ഞാൻ എന്ത് വേണമെങ്കിൽ പറയും, എന്റെ ഭാര്യ എന്ത് വേണമെങ്കിൽ പറയും, അതെല്ലാവരുടെയും കേട്ടോ. പക്ഷെ തീരുമാനം നീ എടുക്കണം. കാരണം നിന്റെ ജീവിതമാണ്. ഈ ജോലി ഞങ്ങൾ ആരുമല്ല ചെയ്യുന്നത്, നീയാണ് ചെയ്യുന്നത്. ആ ജോലി നിനക്ക് സംതൃപ്തി ഇല്ല എന്നുണ്ടെങ്കിൽ നീ അത് വിടുക വേണ്ടത്. ആ ധൈര്യത്തിനാണ് ഇയാൾ ജോലി വിടുന്നത്. പക്ഷെ ഇയാൾ കുടുംബത്തെ ഉപേക്ഷിച്ച് പോകുന്നതെന്ന് അമ്മയ്ക്ക് അറിയണ്ടായിരുന്നില്ല. ഭാര്യനെ ഉപേക്ഷിച്ചിട്ടാണ് പുള്ളി പോയത്. അപ്പൊ ഈ അമ്മയുടെ ഉപദേശം കേട്ട് അത്ഭുതത്തോട് കൂടി ഇയാൾ അങ്ങനെ അമ്മ അത്രയും മെച്ചൂർഡായിട്ടുള്ള ഒരു ഉപദേശം അമ്മ തരുമ്പോൾ ഇവർക്ക് ഭയങ്കര അത്ഭുതമാവുകയാണ്. അപ്പൊ ഇയാള്, നിങ്ങൾക്ക് എങ്ങനെ ഇത്ര കാര്യങ്ങൾ പറയാൻ പറ്റുന്നു? പെട്ടെന്ന് എന്താ നിങ്ങൾ ഇത്ര വലിയ ഇന്റലിജന്റ് ആയത്? എങ്ങനെ ഇത്ര ഗംഭീരമായിട്ടുള്ള മറുപടിയും ഉത്തരങ്ങളും പറയുന്നത് എന്ന് ചോദിച്ചപ്പോ ഇവർ ചോദിക്കും, അതിന് നീയോ നിന്റെ അച്ഛനോ എന്നാണ് എന്നോട് ഒരു കാര്യത്തിൽ അഭിപ്രായം ചോദിച്ചിട്ടുള്ളത്. എനിക്ക് എല്ലാ കാലത്തും അഭിപ്രായങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഇത് കേട്ടിട്ട് ഇവൻ തിരിച്ചു വരികയാണ്. തിരിച്ചു വന്ന് ഹോട്ടൽ റൂമിൽ വന്ന് അമ്മയായിട്ട് ഡിസ്കസ്. അപ്പൊ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാൻ ഉള്ള പേപ്പറുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുള്ളി വരുന്നത്. എത്തിയിട്ട് അമ്മോട് പറയും, അമ്മയ്ക്ക് അറിയില്ല ഇതുവരെ എന്താ അസുഖം. നമ്മുടെ തലയിൽ ഇങ്ങനെ ബ്രെയിൻ ട്യൂമറാണ്, ഇതിനിങ്ങനെ പോസിറ്റീവ് ഉണ്ട്, ഇതിനിങ്ങനെ നെഗറ്റീവ് ഉണ്ട്. നമ്മൾ സർജറി ചെയ്തില്ലെങ്കിൽ കുറച്ചു കാലം ഇതേപോലെ പോവും. പക്ഷെ മെമ്മറി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, പാരാലിസിസ് ആവാൻ സാധ്യതയുണ്ട്, അസുഖം വരാൻ സാധ്യതയുണ്ട്. സർജറി ചെയ്ത് രക്ഷപ്പെടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. രക്ഷപ്പെട്ടാൽ നിങ്ങൾക്ക് കൂടുതൽ കാലം ഒരു പ്രശ്നമില്ലാണ്ട് ജീവിക്കാൻ പറ്റും. എന്താ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ സ്ത്രീ പറയും, സർജറി ചെയ്തിട്ട് വീട്ടിലേക്ക് പോകാൻ ഒരു ഓപ്ഷൻ വെച്ചാൽ എനിക്കത് മതി.
അങ്ങനെ അമ്മ സർജറി ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഓരോ ദിവസവും അമ്മയ്ക്ക് വേണ്ടി ദേവ് മീൻകറി ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ അവസാനത്തെ ദിവസം, അതായത് സർജറിയുടെ മുന്നത്തെ ദിവസം, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മീൻകറി ഉണ്ടാക്കി കൊണ്ടുവന്ന് അമ്മയും മകനും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് സർജറിയാണ് എന്ന് പറയുന്നു. അപ്പൊ അമ്മയും സങ്കടത്തിലാണ്. സർജറി കഴിഞ്ഞാൽ രക്ഷപ്പെടുമോ ഇല്ല എന്നറിയില്ലല്ലോ. അപ്പൊ മോൻ പറയും, എനിക്കൊരു സങ്കടം മാത്രമേ ഉള്ളൂ, ഞാന് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അന്ന് ഞാൻ ഉണ്ടാക്കിയ പോലെ എനിക്ക് മീൻകറി വെക്കാൻ കഴിഞ്ഞില്ല, ഈ മാച്ചടിച്ചോളം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോ അമ്മ പറയും, അത് അതേ രുചിയിലാണ് നീ ഏറ്റവും ആദ്യത്തെ തവണ ഉണ്ടാക്കിയത്, ശരിക്കും അതേ ടേസ്റ്റ് തന്നെയായിരുന്നു. അപ്പൊ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് അത് ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു, അതേ ആ രുചി വന്നില്ല എന്ന് പറയുമ്പോ, അങ്ങനെ ഞാൻ അന്ന് സമ്മതിച്ചിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ 15 ദിവസം എനിക്ക് നീ മീൻകറി ഉണ്ടാക്കി തരുമായിരുന്നു, എന്റെ കൂടെ എനിക്ക് ഈ ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമായിരുന്നു. ആ സീനൊക്കെ കാണുമ്പോ നിങ്ങൾ അമ്മയെ ഓർക്കും. ഇപ്പോഴും അമ്മ ജീവിച്ചിരിക്കുന്ന ഭാഗ്യവാന്മാരായാലും ശരി, അമ്മ ഇല്ലാത്ത എന്നെ പോലുള്ള നിർഭാഗ്യവാന്മാരായാലും ശരി, അമ്മയെ ഓർക്കാണ്ട് ആ സിനിമയുടെ ഭാഗം നമുക്ക് കണ്ടു തീർക്കാൻ പറ്റില്ല. ബംഗാളി സിനിമയാണ്, പക്ഷെ ഇമോഷൻസിന്റെ ഭാഷയൊന്നും പ്രശ്നമല്ല, നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇംഗ്ലീഷ് സബ്ടൈറ്റിൽസും തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കേണ്ട ഒരു സിനിമയാണ്. അമ്മ രക്ഷപ്പെടുമോ പിന്നെ എന്തുണ്ടായി എന്നുള്ളതൊന്നും ഞാനിപ്പോ പറയുന്നില്ല. നിങ്ങൾ ആ സിനിമ കാണണമെന്നാണ് എന്റെ ആഗ്രഹം. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണണം. കണ്ടവരുണ്ടെങ്കിൽ ഒന്നുകൂടെ കാണണം. നിങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കൽ കൂടി ആ സിനിമ കാണണം. സോണി ലിവിലുണ്ട്, OTT പ്ലാറ്റ്ഫോമിലുണ്ട്. മുന്നേ നെറ്റ്ഫ്ലിക്സിലായിരുന്നു, ഇപ്പൊ അത് സോണി ലിവിലുണ്ട്. ഞാൻ എന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞാനൊരു ഏകദേശം ഈ ദേവനെ പോലെയാണ് എന്റെ ജീവിതം മുഴുവൻ ഉണ്ടായിരുന്നു. ഈ അമ്മയുമായി ബന്ധപ്പെട്ട കാര്യം വരികയാണെങ്കിൽ, ഞാൻ അമ്മയ്ക്ക് അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് ഞാൻ പാരീസിലായിരുന്നു, ദേവിനെ പോലെ. ഞാൻ പാരീസിൽ നിന്ന് ഡൽഹി എയർപോർട്ടിൽ തിരിച്ചെത്തുമ്പോഴാണ് അമ്മേനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരം അറിയുന്നത്. നാട്ടിൽ ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്ന അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു, അർബുദം, മാരകമായ രീതിയിലുള്ള ക്യാൻസർ. അമ്മയുടെ യൂട്രസിനെയും ഓവറീസും കഴിഞ്ഞ് ഒരു കിഡ്നിയും കഴിഞ്ഞ് അത് അതിവേഗം സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉള്ളിലേക്ക്. അമ്മ 2 ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ ആളാണ്, അത്ര ആരോഗ്യമുള്ള ആളല്ല. അപ്പോ ഇന്നൊരു സർജറി എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ടഫാണ്. ആ സർജറി ചെയ്തിട്ട് അമ്മേനെ രക്ഷപ്പെടുത്താൻ എന്നുള്ളത് എളുപ്പമല്ല. കാരണം 16 മണിക്കൂർ നീണ്ടുന്ന സർജറിയാണ്. അത് താങ്ങാനുള്ള കരുത്ത് നമ്മുടെ ഹാർട്ടിനുണ്ടോന്ന് അറിയില്ല. അപ്പൊ പലരും നമ്മളോട് അഡ്വൈസ് ചെയ്യുന്നത്, നിങ്ങൾ അമ്മേനെ കണ്ടിന്യൂ ചെയ്യും, ഇതുപോലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യും. അങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് വേദന വരും. ഇപ്പോഴേ മൂത്രം ഒഴിക്കുമ്പോൾ അമ്മ ബ്ലഡ് പോകുന്നു, മാംസകഷ്ണങ്ങൾ മൂത്രത്തിൽ കൂടെ പോകുന്നു, അത് ഭയങ്കര വേദനയാണ്. ആ വേദന കൂടും. ഇനി അത് കഴിഞ്ഞ് മജ്ജയിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായ വേദന ഉണ്ടാവും. പക്ഷെ കുറെ കാലം കൂടി അമ്മ നമ്മുടെ കൂടെ ഉണ്ടാവും. സർജറി ചെയ്യുകയാണെങ്കിൽ ഈ അർബുദം ബാധിച്ച ഭാഗങ്ങളെ കൂടെ റിമൂവ് ചെയ്താൽ അമ്മയ്ക്ക് കുറെ കാലം കൂടുതൽ പ്രശ്നങ്ങളില്ലാണ്ട് ജീവിക്കാൻ പറ്റും. പക്ഷെ രക്ഷപ്പെടും എന്നുള്ളത് ഉറപ്പില്ല. എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനത്തിലാണ് നമ്മൾ എത്തേണ്ടത്. സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ കുടുംബത്തിലുള്ള ഡോക്ടർമാരായിട്ടും സുഹൃത്തുക്കളായിട്ടും തലമുതിർന്ന ആൾക്കാരായിട്ടൊക്കെ ചർച്ച ചെയ്തു. ഞാൻ അമ്മയെ ചെന്നൈയിലേക്ക് കൊണ്ടുവന്നു. നാട്ടിൽ ഒരുമാതിരി ഹോസ്പിറ്റലുകളിലും ഡോക്ടർമാരെ എല്ലാം കാണിച്ചു. ചെന്നൈയിൽ അമ്മ ഇവിടെ ഗ്ലോബൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടത്, വേറെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർക്കും ഇത് തന്നെ പറയാനുള്ളത്. ഇവിടെ ഒരു ക്യാൻസർ രോഗവിദഗ്ധനുണ്ട്, പുള്ളി ദിവസം 2-3 സർജറി ഒക്കെ ചെയ്യുന്ന അതിവിദഗ്ധനായിട്ടുള്ള ഒരാളെ കണ്ടു. അദ്ദേഹം പറഞ്ഞത് ഒരു 25-30% സാധ്യത ഉണ്ട് രക്ഷപ്പെട്ടു വരാൻ. കാരണം നമ്മുടെ ഹാർട്ട് കണ്ടീഷൻ ഒരു 51-52% ഓക്കെയാണ്. 45% മേലെ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ സർജറി ചെയ്യാറുണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഞാനും സഹോദരങ്ങളും അച്ഛനും എല്ലാവരും കൂടി ആലോചിച്ച് സർജറി ചെയ്യാൻ തീരുമാനിക്കുകയാണ്. സർജറി അത്ര എളുപ്പമല്ല. നമ്മുടെ ഈ അർബുദം ബാധിച്ച ഭാഗങ്ങളെ മുഴുവൻ നമ്മൾ റിമൂവ് ചെയ്യണം. എന്നിട്ട് മൂത്രമൊഴിക്കാൻ ഒരു വയറിന് സൈഡിൽ കൂടെ ഈ അന്നനാളം തിരിച്ചുവിട്ട് വയറിന് സൈഡിൽ കൂടെ ഒരു ട്യൂബ് ഇട്ടിട്ട് ഒരു സഞ്ചിയിൽ അമ്മയുടെ മൂത്രം ശേഖരിക്കുന്ന രീതിയിലുള്ള ഒരു സർജറി ഒക്കെ ചെയ്യണം. ഇങ്ങനെ പക്ഷെ ഞങ്ങളത് അമ്മയായിട്ട് സംസാരിച്ചതേ ഇല്ല, ചർച്ച ചെയ്തതേ ഇല്ല.
സർജറി കഴിഞ്ഞു. 16-18 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സർജറി ആയിരുന്നു. സർജറി കഴിഞ്ഞു, അമ്മ രക്ഷപ്പെട്ടു വന്നു. ഏകദേശം ഒരാഴ്ച ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. 5-ാമത്തെ 6-ാമത്തെ ദിവസം ഹോസ്പിറ്റലിൽ തന്നെ അമ്മ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുക. സർജറിയിൽ നമ്മ ബോധം തിരികെ വന്നു. പക്ഷെ എനിക്കിപ്പോഴും ആ ബോധം തിരികെ വന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ICUവിൽ നിന്ന് പേവാർഡിലേക്ക് മാറ്റി നമ്മൾ റൂമിൽ നടക്കുന്ന സമയത്ത് നമ്മുടെ വയറിന്റെ സൈഡിൽ മൂത്രത്തിന്റെ സഞ്ചി തൂങ്ങി കിടക്കുന്നുണ്ട്. അപ്പൊ എന്റെ അടുത്ത് അമ്മ ചോദിച്ചത്, എന്താണത് ഇതിങ്ങനെ, ഈ സഞ്ചി എന്താ തൂക്കിയിട്ടിരിക്കണത് എന്ന് ചോദിച്ചു. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു പോയാൽ ഇത് ഒരു പക്ഷെ ഇത് എടുക്കുമല്ലേ എന്ന് ചോദിച്ചു. എനിക്ക് അന്ന് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. ഞാൻ പറഞ്ഞ എന്ന് പറഞ്ഞ് ഞാൻ മൂളി. മറ്റൊന്നും ഞാൻ പറഞ്ഞില്ല. കാരണം ഈ സഞ്ചി ജീവിതകാലം മുഴുവൻ നമ്മുടെ ഭാഗവും പോവുക. ഈ മാച്ചടിച്ചോള് കഴിഞ്ഞിട്ട് തിരിച്ച് ഓരോ തവണ കാണുമ്പോഴും, അമ്മയൊക്കെ മരിച്ച് വളരെ കാലത്തിന് ശേഷമാണ് ഞാൻ ഈ സിനിമ ആദ്യമായിട്ട് കാണുന്നത്. എനിക്ക് ഭീകരമായിട്ടുള്ള കുറ്റബോധവും സങ്കടവും ഉണ്ട്. എന്തായിരുന്നു അമ്മ ആഗ്രഹിച്ചിരുന്നത് എന്ന് അറിയില്ല. ഈ അസുഖ വിവരം അമ്മോട് പറഞ്ഞിരുന്നെങ്കിൽ അമ്മ ഭയങ്കരമായിട്ട് പേടിയാവുമായിരുന്നു, അമ്മയ്ക്ക് ഷോക്ക് ആവുമായിരുന്നു. പേടിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞില്ല. പക്ഷേ ഞാൻ പാരീസിൽ നിന്ന് ഡൽഹിയിലെ എയർപോർട്ടിൽ വന്നിറങ്ങി അമ്മയ്ക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഷോക്കായി. എന്റെ സഹോദരങ്ങൾ എല്ലാവരും ഷോക്കായി, അച്ഛൻ ഷോക്കായി, അമ്മയെ അറിയുന്ന എല്ലാവർക്കും അത്ഭുതമായി ഷോക്കായി. പക്ഷെ അമ്മയുടെ ഷോക്കിന്, നമ്മുടെ ഷോക്കൊക്കെ നമുക്ക് സഹിക്കാം, നമ്മുടെ ഷോക്ക് മാത്രം സഹിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ അമ്മയെ അറിയിച്ചില്ല. ഇത്ര വലിയൊരു തീരുമാനം, ഇത്ര വലിയ ഡിസിഷൻ അമ്മോട് ചോദിക്കാനാണ് ഞങ്ങൾ ചെയ്തത്. അന്ന് രക്ഷപ്പെട്ടിട്ട് അമ്മ ജീവിച്ചിരിക്കുവായിരുന്നെങ്കിൽ ഇന്നും ആ മൂത്രസഞ്ചി സൈഡിൽ തൂക്കിയിട്ട് അമ്മ ജീവിക്കുമായിരുന്നു. അമ്മോട് ഒരു പക്ഷെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മ അത് വേണ്ടാന്നായിരുന്നു പറയുമായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. കാരണം അമ്മ അങ്ങനെ ഒരു അതിഗംഭീരമായിട്ട് പ്രൗഢഗംഭീരമായിട്ട് വസ്ത്രമൊക്കെ ധരിച്ച് എല്ലാ സദസ്സിലും പ്രത്യക്ഷപ്പെട്ട് അങ്ങനെയൊക്കെ പോകുന്ന ഒരു സ്ത്രീയാണ്. അമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ തീരുമാനമെടുത്തു. കാരണം അമ്മയ്ക്ക് അങ്ങനെ തീരുമാനം എടുക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ചു. ഓരോ തവണ ഈ സിനിമ കാണുമ്പോഴും ഞാൻ കുറ്റബോധം കൊണ്ട് നീറും. അതിലൊരു 70% എൻ്റെ തീരുമാനമായിരുന്നു എന്നുള്ളതാണ്. കാരണം എൻ്റെ 2 സഹോദരിമാർ ഇവിടെ ഉണ്ടായിരുന്നില്ല, അനിയനാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ കുടുംബത്തിൽ നമ്മളൊരു തീരുമാനം എടുത്താൽ ബാക്കി അടുത്തിന് എതിർത്ത് പറയില്ല. അവരോടൊക്കെ ചോദിച്ചിട്ടാണ് എടുത്തെങ്കിൽ പോലും അതിന് 70% എൻ്റെ മാത്രം തീരുമാനമായിരുന്നു എന്ന് എപ്പോഴും ആ ഒരു സങ്കടത്തിന്റെ ഭിത്തിയിൽ എപ്പോഴും ഞാൻ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ സിനിമയും ഈ ഒരു കാലഘട്ടവും ഇപ്പോ ഇത്തരം ഒരു പക്വതയോ കാര്യങ്ങളോ എനിക്ക് അന്നുണ്ടായിരുന്നില്ലല്ലോ എന്ന് ആലോചിച്ചു. അല്ലെങ്കിൽ ഈ സിനിമ ഞാൻ അതിനു മുമ്പ് കണ്ടില്ലല്ലോ എന്ന് എനിക്ക് സങ്കടമുണ്ട്. അപ്പൊ അവനവന്റെ ജീവിതത്തിന് തീരുമാനം എടുക്കേണ്ടത് ആരാണ്? നമ്മുടെ സഹോദരങ്ങളാണോ, മക്കളാണോ, അതല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ? അവനവന്റെ ജീവിതത്തെ കുറിച്ച് അവനവന് ഒരു തീരുമാനം എടുക്കാനുള്ള യാതൊരു അവകാശവും ഇല്ലേ? ഇത് ഒരു വലിയ ചോദ്യമാണ് ഇന്നത്തെ കാലത്ത്. എൻ്റെ ഒരു സുഹൃത്ത് പറയായിരുന്നു, അദ്ദേഹത്തിന്റെ അച്ഛൻ കുടുംബത്തിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കാലം കഷ്ടപ്പെട്ട് ജീവിച്ച അങ്ങനെ ഒരാളാണ്. പെട്ടെന്ന് ദിവസം അദ്ദേഹത്തിന് ഫോൺ വരികയാണ്, നീ പെട്ടെന്ന് വീട്ടിലേക്ക് വരണം എന്ന്. അപ്പൊ വീട്ടിൽ ചെല്ലുമ്പോൾ വരുന്ന അച്ഛനപ്പോ പുതിയ സ്വഭാവം തുടങ്ങിയിട്ടുണ്ട്. എന്താണ്? വൈകുന്നേരം സുഹൃത്തുക്കളുടെ കൂടെ പോയിട്ട് അല്പം മദ്യപിക്കുന്നുണ്ട്. ഓവറായിട്ടൊന്നുമില്ല, പക്ഷെ വീട്ടിൽ വരുമ്പോൾ മണ അറിയുന്നുണ്ട്. 1-2 പെഗ് കഴിച്ചിട്ടാണ് വരുന്നത്. അച്ഛൻ 84 വയസ്സ് കഴിഞ്ഞു. അപ്പോ എന്റെ സുഹൃത്തിന് ഇപ്പൊ ആ ഒരു പക്വത ഉള്ളതുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, 84 വയസ്സ് കഴിഞ്ഞ ഒരാള് അല്പം മദ്യപിച്ചല്ലേ, എന്താണ് തെറ്റ്? ഇത്രയും കാലം അയാള് സൊസൈറ്റി പറയുന്ന പോലെ, കുടുംബം ആഗ്രഹിക്കുന്ന പോലെ ജീവിച്ചതല്ലേ, ഇത് ചെയ്തോട്ടെ, നിങ്ങൾ അതിനെ തടയണ്ട. എന്റെ മറ്റൊരു സുഹൃത്ത് എന്റെ അടുത്ത് പറയായിരുന്നു, അവരുടെ അമ്മയ്ക്ക് ശ്വാസതടസ്സമുണ്ട്, പ്രായമായി 76-77 വയസ്സായി. പ്രായമായിട്ടുള്ള ഒരാള്, അവർക്ക് അസ്തമയുടെ പോലെ എന്തൊരു അസുഖമുണ്ട്, ശ്വാസതടസ്സം ഭയങ്കരമായിട്ടുണ്ട്, ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ട്. അപ്പൊ ഡോക്ടർ പറയുന്നു, നിങ്ങൾ ഈ ഇൻഹേലർ ഉപയോഗിക്കും. അത് ഇൻഹേലർ എഴുതി കൊടുക്കുമ്പോൾ മക്കള് അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളുകൾ പറയുന്നത് അത് ഉപയോഗിക്കുന്നതിന് സൈഡ് എഫക്ട്സ് ഉണ്ട് എന്നുള്ളത്. 76 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് അല്പം സമാധാനത്തോടെ സ്വസ്ഥമായിട്ട് ശ്വാസം വലിച്ച് ജീവിക്കേണ്ടത് നല്ലത് എന്ന് നമ്മൾ പറയും. ഇതിപ്പോ വേറൊരാളുടെ അമ്മയുടെ കാര്യം ആയതുകൊണ്ടോ വേറൊരാളുടെ അച്ഛന്റെ കാര്യം ആയതുകൊണ്ടോ ഒരുപക്ഷെ എനിക്ക് അങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റും. പക്ഷെ നമ്മുടെ ഒരാൾ വരുമ്പോൾ അവര് അല്പം സങ്കടം സഹിച്ചാലും കഷ്ടപ്പെട്ടാലും നമ്മുടെ കൂടെ ജീവിക്കണം എന്നുള്ളതായിരിക്കും നമ്മുടെ ആഗ്രഹം. കാരണം അങ്ങനെ പെട്ടെന്നൊക്കെ വിധിക്ക് വിട്ടുകൊടുക്കാൻ നമുക്ക് ഒരു പക്ഷെ പറ്റിക്കൊള്ളുന്നില്ല. എനിക്കറിയില്ല, ഇതൊരു വല്ലാത്ത ഡയലമയാണ്. അപ്പൊ ഈ സിനിമ ഓരോ തവണ കാണുമ്പോഴും ഇത്ര പ്രക്ഷുബ്ധമായിട്ടുള്ള ഇമോഷണൽ ടർമോയിലേക്ക് എന്നെ എടുത്തിടും. എന്നാൽ പോലും ഞാൻ അത് വീണ്ടും കാണുന്നുണ്ട് ഈ സിനിമ. ഒരു 3-4 ദിവസം മുന്നേ എനിക്ക് അമ്മയെ ഭയങ്കരമായിട്ട് ഓർമ്മ വന്നു. ഒരു 3 ദിവസം തുടർച്ചയായിട്ട് രാത്രി ഉറങ്ങുമ്പോഴോ യാത്രയിലും ഒക്കെ എനിക്ക് അമ്മയുടെ ഒരു ഓർമ്മ വന്നപ്പോൾ ആണ് ഞാൻ ഈ സിനിമ വീണ്ടും കണ്ടത്. അപ്പൊ ഞാൻ ഇത്തരം ഇമോഷണൽ ടർമോയിൽ കൂടെ ഒക്കെ കടന്നുപോയി. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇത് എൻ്റെ പ്രിയപ്പെട്ട ചില ആളുകളുമായിട്ട് ഇത് പങ്കുവയ്ക്കണം. അതുകൊണ്ട് മാത്രമാണ് എന്താ ഈ വീഡിയോ. താങ്ക് യു.